എക്സ്പ്രഷൻ ഫോർ ക്യൂ ഫാക്ടർ. ക്യൂ ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ക്വാളിറ്റി ഫാക്ടറാണ്. ക്വാളിറ്റി ഫാക്ടറിന് നമുക്കൊരു ഇക്വേഷൻ കണ്ടെത്തണം. അതിലൊരു പക്ഷേ ഇൻഡക്റ്റൻസ് ഉണ്ടായിരിക്കാം, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ കപ്പാസിറ്റൻസും ഉണ്ടാകാം, നമുക്കറിയില്ല. ക്വാളിറ്റി ഫാക്ടറിന് അല്ലെങ്കിൽ ക്യൂ ഫാക്ടറിന് അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ക്വാളിറ്റി ഫാക്ടർ ക്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ആർ ഡിവൈഡഡ് ബൈ 2 ഡെൽറ്റ ഒമേഗ. അതായത് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. അതിൻ്റെ ന്യൂമറേറ്ററിൽ നമ്മൾ റെസണൻറ്റ് ഫ്രീക്വൻസിയും ഡിനോമിനേറ്ററിൽ ബാൻഡ് വിഡ്ത്തുമാണ് നമ്മൾ എഴുതുന്നത്. ക്വാളിറ്റി ഫാക്ടർ ക്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ആർ ഡിവൈഡഡ് ബൈ 2 ഡെൽറ്റ ഒമേഗ. ഈ ഇക്വേഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? അതായത് LCR സർക്യൂട്ടിൻ്റെ റെഫറൻസുമായി ബന്ധപ്പെട്ടതാണ് ക്വാളിറ്റി ഫാക്ടർ. LCR സർക്യൂട്ടിൽ ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഇവരുടെ ടേംസിൽ എല്ലിൻ്റെയും സിയുടെയും ആറിൻ്റെയും ടേംസിൽ നമുക്ക് ക്വാളിറ്റി ഫാക്ടറിന് എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് പേര്, ഒരുപക്ഷെ അവിടെ ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും ആകാം, അല്ലെങ്കിൽ കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും ആകാം, അതും അല്ലെങ്കിൽ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ആകാം. എങ്ങനെയായാലും നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് അറിയില്ല, എങ്കിൽ കൂടി ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഒക്കെ ടേമിൽ ക്വാളിറ്റി ഫാക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ആദ്യത്തെ ഇക്വേഷൻ, വി നോ ഇൻ LCR സർക്യൂട്ട് കറൻറ്റ് ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ. അതായത് ഒരു LCR സർക്യൂട്ടിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റ്, അതാണ് I0 ഈക്വൽ ടു നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത EMF, അതാണ് E0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ. റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്, പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചത്. XLന് പകരം എൽ ഒമേഗ കൊടുത്തിരിക്കുന്നു, XCക്ക് പകരം 1/c ഒമേഗയും കൊടുത്തിരിക്കുന്നു. ഇതാണ് കറൻറ്റിനുള്ള ഇക്വേഷൻ. ഈ കറൻറ്റ് മാക്സിമം ആകുന്നത് എപ്പോഴാണ്? ഒരു LCR സർക്യൂട്ടിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റ് മാക്സിമം ആകുന്നത് എപ്പോഴാണ്? ആ LCR സർക്യൂട്ട് മിനിമം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുമ്പോഴാണ്. ഇവിടെയുള്ള ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഇംപീഡൻസാണ്. LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇംപീഡൻസ് എപ്പോഴാണോ മിനിമം ആകുന്നത് അപ്പോഴാണ് കറൻറ്റ് മാക്സിമം ആകുന്നത്. ഇവിടെ ഓൾറെഡി ന്യൂമറേറ്ററിൽ ഞാൻ മാക്സിമം EMF തന്നെ അപ്ലൈ ചെയ്തു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ മാക്സിമം കറൻറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം EMF ഡിവൈഡഡ് ബൈ മിനിമം റെസിസ്റ്റൻസ്. ഒന്ന് ഓർത്തെടുക്കാം, എപ്പോഴായിരിക്കും അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലായിരിക്കും നമുക്ക് ഏറ്റവും കുറവ് ഇംപീഡൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ മാക്സിമം കറൻറ്റ് കിട്ടുന്നത്? അത് റെസണൻസ് കണ്ടീഷനിലാണ്. വി ഗെറ്റ് മാക്സിമം കറൻറ്റ് അറ്റ്, നമ്മൾ ഫ്രീക്വൻസി ഇവിടെ എൽ ഒമേഗ മൈനസ് 1/c ഒമേഗയിൽ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഈ ആംഗുലർ ഫ്രീക്വൻസി റെസണൻറ്റ് ഫ്രീക്വൻസി ആകുമ്പോൾ, അല്ലെങ്കിൽ XL ഈക്വൽ ടു XC ആകുമ്പോൾ, അതുമല്ലെങ്കിൽ എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം കറൻറ്റ് ലഭിക്കുന്നത്. എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ടേം ഡിനോമിനേറ്ററിൻ്റെ റൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രണ്ടാമത്തെ ടേം 0 ആയിപ്പോവും. ബാക്കി വരിക I0 ഈക്വൽ ടു E0 ബൈ റൂട്ട് ആർ സ്ക്വയർ ആണ്. അതായത് റൂട്ട് ആർ സ്ക്വയർ ആണ്, അതായത് ഇംപീഡൻസ് മിനിമം. നിങ്ങൾ ഒമേഗ ആർ ആയി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ ആയി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം കറൻറ്റ് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ദ മാക്സിമം കറൻറ്റ് I0 ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്തായിട്ട് പോയി? 6 മാത്രമായിട്ട് പോയി. അതാണ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 കറൻറ്റിനുള്ള ഇക്വേഷനാണ്. LCR സർക്യൂട്ടിൽ കൂടി പോകുന്ന കറൻറ്റിനുള്ള ഇക്വേഷനാണ് ഇക്വേഷൻ 1. ആ കറൻറ്റിൻ്റെ തന്നെ മാക്സിമം വാല്യൂ, അതാണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ഒമേഗ ആർ ആകണം, എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ ആകണം. ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 2. ഇനി ദ കറൻറ്റ് ഇൻ ദ LCR സർക്യൂട്ട് ബിക്കംസ് I0 ബൈ റൂട്ട് 2 അറ്റ്. ഇത് മാക്സിമം കറൻറ്റിനുള്ള ഇക്വേഷനാണ്. മാക്സിമം കറൻറ്റിൻ്റെ 1/√2 ടൈംസ് ആണ് അതിൻ്റെ RMS വാല്യൂ.
എപ്പോഴാണ് ആ I0 മാക്സിമം കറണ്ട് അതിൻ്റെ RMS വാല്യൂ ആയിട്ട് ചുരുങ്ങുന്നത്? ഒന്ന് നോക്കാം. മാക്സിമം കറണ്ട് ലഭിക്കുന്നത് റെസൊണൻറ്റ് ഫ്രീക്വൻസിയിലാണ്, ω/R. നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഗ്രാഫ് നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ Y ആക്സിസിൽ കറൻറ്റും X ആക്സിസിൽ ആംഗുലർ ഫ്രീക്വൻസിയും നമ്മൾ പ്ലോട്ട് ചെയ്ത് നമ്മൾ ഗ്രാഫ് വരച്ചിരുന്നു. ഏകദേശം നമ്മളൊരു 3 പീക്കുകൾ പോലെ നമുക്ക് ഗ്രാഫ് കിട്ടിയിരുന്നു. വളരെയധികം ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഷാർപ്പായിട്ടുള്ള പീക്കും, വളരെയധികം ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പീക്കുമാണ് ലഭിച്ചത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു I0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലർ ഫ്രീക്വൻസിയാണ് ω/R. I0/√2 കൊടുത്തിരുന്നു. അതായത് I0യുടെ 70.7% അതാണ് I0/√2 അല്ലെങ്കിൽ IRMS. IRMSന് 2 ഫ്രീക്വൻസീസ് ഉണ്ടായിരുന്നു. I0ക്ക് ഒരു ഫ്രീക്വൻസിയേ ഉള്ളൂ, ω/R മാത്രം. പക്ഷേ IRMS അല്ലെങ്കിൽ I0/√2വിന് 2 ഫ്രീക്വൻസീസ് ഉണ്ടായിരുന്നു. ഒന്ന് ω/Rൻ്റെ ലെഫ്റ്റിലുള്ള ω1ഉം ഒന്ന് റൈറ്റിലുള്ള ω2. അപ്പോൾ മാക്സിമം കറണ്ട് ഉണ്ടാകുന്ന ഫ്രീക്വൻസി ω/R ആണെങ്കിൽ അതിൻ്റെ 1/√2 ടൈംസ് I0/√2 ടൈംസ് ഉണ്ടാകുന്ന ഫ്രീക്വൻസീസ് 2 എണ്ണമാണ്. ഒന്ന് ω1, രണ്ടാമത്തേത് ω2. ω1നെ എങ്ങനെ എഴുതാം? നടുക്കിലുള്ളതാണ് ω/R, അതിൻ്റെ ലെഫ്റ്റിലുള്ളതാണ് ω1, റൈറ്റിലുള്ളതാണ് ω2. ലെഫ്റ്റിലേക്കുള്ള ആ ഡിസ്റ്റൻസ് ഡെൽറ്റ ω. ω/Rൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ ω ആണ്. ω/Rൽ നിന്ന് റൈറ്റിലേക്കുള്ള ω2 വരെയുള്ള ഡിസ്റ്റൻസും ഡെൽറ്റ ω. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ω1നെ ω/R മൈനസ് ഡെൽറ്റ ω എന്ന് എഴുതാം. ω2വിനെ ω/R പ്ലസ് ഡെൽറ്റ ω എന്ന് എഴുതാം. ഈ 2 ഇക്വേഷൻസിനെയും കൂടി ഞാൻ തേർഡ് ഇക്വേഷനിൽ ലേബൽ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. ഇനി മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് E0/Rഉം കറണ്ടിനുള്ള ഇക്വേഷൻ E0/√R² പ്ലസ് Lω മൈനസ് 1/Cω²മാണ്. ഈ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് 3 in 1. ഇതാണ് ഇക്വേഷൻ 3, ഇതാണ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് കറൻറ്റിനുള്ള ഇക്വേഷനാണ്, മാക്സിമം കറണ്ട് അല്ല, കറൻറ്റിനുള്ള ഇക്വേഷനാണ്. കറൻറ്റിനുള്ള ഇക്വേഷൻ I0 എന്ന് പറയുന്നത് എന്താണ്? കറണ്ട്. E0 എന്ന് പറയുന്നത് എന്താണ്? EMF ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾ ആരാണ്? അവിടുത്തെ ഇംപീഡൻസുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ 3 നമുക്ക് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ എന്ത് വരും? I0യെ മാറ്റി ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? I0/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഇക്വേഷൻ 1ൽ I0 കിടക്കുന്നുണ്ട്. I0നെ മാറ്റി ഞാൻ എന്ത് ചെയ്യുന്നു? I0/√2 എഴുതുന്നു. അങ്ങനെയെങ്കിൽ ഒമേഗനെ മാറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ω1 കൊടുക്കാം, അല്ലെങ്കിൽ ω2 കൊടുക്കാം. ഒന്നുമില്ല, മാക്സിമം കറണ്ട് ആണെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി റെസൊണൻറ്റ് ഫ്രീക്വൻസിയാണ്. മാക്സിമം കറണ്ട് അല്ല, I0/√2 ആണെങ്കിൽ 2 ഫ്രീക്വൻസീസ് വരും, ഒന്നില്ലെങ്കിൽ ω1 അല്ലെങ്കിൽ ω2. ഇക്വേഷൻ 1ൽ I0യ്ക്ക് പകരം ഞാൻ I0/√2 കൊടുത്തു കഴിഞ്ഞാൽ ഒമേഗയ്ക്ക് പകരം നമുക്ക് ω1 അല്ലെങ്കിൽ ω2 കൊടുക്കാം. ഞാൻ ω2 കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പ്ലസ് ടേം ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ ω2 കൊടുക്കുന്നു. ω1 കൊടുക്കാം, ω2 കൊടുക്കാം. ഞാൻ എടുക്കുന്നത് ω2 ആണ്. അപ്പോൾ ഇക്വേഷൻ 1 എങ്ങനെ മാറും? I0യെ മാറ്റി ഞാൻ I0/√2 എഴുതുന്നു. ഈക്വൽ ടു E0/√R² പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമേഗയ്ക്ക് എന്ത് കൊടുക്കണം? ω1 ω2 കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് ω2 ആണ്. √R² പ്ലസ് Lω2 മൈനസ് 1/Cω². ഇതാണ് ഇക്വേഷൻ 4. ഇനി ഈ I0 എന്താണെന്ന് അറിയാം. ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. I0 എന്താണെന്ന് അറിയാം? E0/R. അപ്പോൾ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 4 എന്ത് ലഭിക്കും? E0/√2R ഈസ് ഈക്വൽ ടു I0യ്ക്ക് പകരം എന്ത് കൊടുത്തു? E0/R കൊടുത്തു. 1/√2 അങ്ങനെ തന്നെ കിടപ്പുണ്ട്. E0/√2R ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ മാറ്റങ്ങളൊന്നുമില്ല. E0/√R² പ്ലസ് Lω2 മൈനസ് 1/Cω². ഇതാണ് ഇക്വേഷൻ 5. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 5. E0/√2R ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ √R² പ്ലസ് Lω2 മൈനസ് 1/Cω². ഇനി നമ്മൾ 2 സൈഡിലും ഒന്ന് പരിശോധിക്കാം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒന്ന് പരിശോധിക്കുക. 2 സൈഡിലും E0 കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് E0 എന്ത് ചെയ്ത് കളയാം?
ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഈ 0 അവിടെ നിന്ന് പോയിരിക്കുന്നു. ബാക്കി നമുക്ക് വരുന്ന ടേം 1/√2r ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ, ഇവിടെ നിന്ന് ഈ 0 പോയി 1 ഡിവൈഡഡ് ബൈ √r² പ്ലസ് L⍵2 മൈനസ് 1/c⍵2 ഹോൾ സ്ക്വയർ എന്നാണ്. ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു ഡിനോമിനേറ്റർ ഈക്വൽ ടു ഇവിടെയുള്ള ഡിനോമിനേറ്റർ ഇൻറ്റു 1. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു ഇവിടുത്തെ ഡിനോമിനേറ്റർ, അതായത് √r² പ്ലസ് L⍵2 മൈനസ് 1/c⍵2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു 1 √2 ഇൻറ്റു r എന്ന് പറഞ്ഞ് കിട്ടി. ഇനി രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡും ഇവിടുത്തെ റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്യുക. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് അവിടെ നിന്ന് പോകും. റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ √2r ഹോൾ സ്ക്വയർ വരുമ്പോൾ √2ൻ്റെ റൂട്ട് പോകും, ആറിന് സ്ക്വയറും കിട്ടും. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈ രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുക. r² പ്ലസ് L⍵2 മൈനസ് 1/c⍵2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു √2ൻ്റെ റൂട്ട് പോകും, 2 ഇൻറ്റു ആറിനൊരു സ്ക്വയറും കിട്ടും, 2 ഇൻറ്റു r². ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിന് ഞാൻ 2r² ആണ്, റൈറ്റ് സൈഡിന് r² പ്ലസ് r² എന്ന് എഴുതാൻ പോവുക. r² പ്ലസ് r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2r² ആണ്. ലെഫ്റ്റ് സൈഡിന് മാറ്റമൊന്നുമില്ല. r² പ്ലസ് L⍵2 മൈനസ് 1/c⍵2 ഹോൾ സ്ക്വയർ, ഇതാണ് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിനെ 2 ഇൻറ്റു r² ഞാൻ r² പ്ലസ് r² എന്ന് എഴുതി. ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒന്ന് പരിശോധിക്കുക. ലെഫ്റ്റ് സൈഡിൽ ഒരു r² ഉണ്ട്, റൈറ്റ് സൈഡിലും ഒരു r² ഉണ്ട്. നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഒരു r², ലെഫ്റ്റിൽ നിന്നൊരു r²ഉം റൈറ്റിൽ നിന്ന് ഒരു r² ഞാൻ അവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, പ്ലസ് ടൈം ആയതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് ലഭിക്കുക എന്താണ്? L⍵2 മൈനസ് 1/c⍵2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു r². അതിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. L⍵2 മൈനസ് 1/c⍵2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു r². ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്തിട്ടുണ്ട്. ആ സ്ക്വയർ നമുക്ക് കളയാം. അപ്പോൾ സ്ക്വയർ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? L⍵2 മൈനസ് 1/c⍵2 ഈക്വൽ ടു r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 6 എന്ന് പറയുന്നത്. ഇതിൽ ω2 നിങ്ങൾക്ക് കാണാം. ω2ന് പകരം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ω r പ്ലസ് Δω. അപ്പോൾ ഇക്വേഷൻ 6 നമ്മൾ ഇക്വേഷൻ 3, ആ ഇക്വേഷൻ 3ൽ എന്തായിരുന്നു? ω1നും ω2നുമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു ഇക്വേഷൻ 3ൽ. അത് ബോർഡിലില്ല, അത് മുന്നിലത്തെ ആ ഒരു ടോപ്പിക്കിൽ വന്നതാണ്. അപ്പോൾ ഇക്വേഷൻ 3ൽ പറഞ്ഞിരുന്നത് ω1 എന്താണ്, ω2 എന്താണ്. ഓക്കെ, നമുക്കിവിടെ ω2 മാത്രം മതി. അത് ഓർത്തെടുക്കാനായിട്ട് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ω2 ഈസ് ഈക്വൽ ടു ω r പ്ലസ് Δω. ഓക്കെ, ഇതായിരുന്നു ഇക്വേഷൻ 3. ω1നുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു. ω1 എന്ന് പറയുന്നത് ω r മൈനസ് Δω ആയിരുന്നു. ω2 എന്ന് പറയുന്നത് ω r പ്ലസ് Δω ആണ്. നമുക്ക് വേണ്ടത് ω2 ആണ്, അത് മാത്രമേ എടുത്തെഴുതിയിട്ടുള്ളൂ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻ 6. അതായത് ω2ന് പകരം ω r പ്ലസ് Δω കൊടുക്കണം. നമുക്ക് എങ്ങനെ ലഭിക്കും? L ഇൻറ്റു ω2ന് പകരം ω r പ്ലസ് Δω മൈനസ് 1/1/c അവിടെയുണ്ട്. ω2ന് പകരം ω r പ്ലസ് Δω വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 7 എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷൻ 7 ഇതായിരുന്നു. L ഇൻറ്റു ω r പ്ലസ് Δω മൈനസ് 1/c ഇൻറ്റു ω r പ്ലസ് Δω ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ R. അതായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ 7. ഇനി ഇതിൽ L ω r ഇൻറ്റു 1 പ്ലസ് Δω ഡിവൈഡഡ് ബൈ ω r എന്ന് എഴുതാൻ പറ്റും. ആദ്യത്തെ ടൈമിനെ ഞാൻ എന്താണ് ചെയ്തത്? ω/നെ പുറത്തേക്ക് എടുത്തു. ഇക്വേഷൻ 7ൽ നിന്ന് ω/നെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യത്തെ ടൈമിൽ ω/r ഉണ്ട്, പക്ഷേ രണ്ടാമത്തെ ടൈമിൽ ω/r ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത ω/നെ പുറത്തേക്ക് എടുക്കാം, ഡിവൈഡ് ചെയ്ത ω/r അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 7ൽ നിന്ന് ആദ്യത്തെ ടൈമിൽ നിന്ന് ω/rനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ L ω/r ഇൻറ്റു ഇവിടെ നിന്ന് പുറത്തേക്ക് എടുത്തു, അപ്പോൾ 1 ആയി. 1 പ്ലസ് ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു ω/r കിടക്കുന്നുണ്ടായിരിക്കും, Δω ഡിവൈഡ് ബൈ ω/r മൈനസ് ഇവിടെയും അതുപോലെ തന്നെ ചെയ്യണം, ω/rനെ പുറത്തേക്ക് എടുക്കണം. ഓ 1/c⍵r ഇൻറ്റു ω/rനെ പുറത്തെടുത്തു 1 പ്ലസ് ഇവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ട് ω/r അവിടെ ഇല്ല, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത ω/r പുറത്തേക്ക് എടുത്തു,
ഡിവൈഡ് ചെയ്ത ഒമേഗ ആർ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. സോ 1/c⍵r ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ ആർ വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഇനി റെസൊണൻസ് കണ്ടീഷനിൽ ഇപ്പോൾ ഒമേഗ ആർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസിയാണ്. അതായത് ഇപ്പോൾ LCR സർക്യൂട്ട് എന്തിലാണ് ഇരിക്കുന്നത്, റെസൊണൻസ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റെസൊണൻസ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 1/c⍵r ഈക്വൽ ടു L⍵r എന്ന് എഴുതാം. അറ്റ് റെസൊണൻസ് 1/c⍵r ഈക്വൽ ടു L⍵r. ഇവിടെ ഒരു 1/c⍵r കിടക്കുന്നുണ്ട്. ആ 1/c⍵rന് ഇനി നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, L⍵r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ L⍵r അവിടെ തന്നെ കിടക്കുന്നുണ്ട്. L⍵r ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് ഇവിടെയുള്ള ഈ 1/c⍵rന് എന്ത് കൊടുത്തു, L⍵r കൊടുത്തു. കാരണം LCR സർക്യൂട്ട് ഇപ്പോൾ റെസൊണൻസിലാണ്. L⍵r ഡിവൈഡ് ബൈ 1 പ്ലസ് ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഇനി ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേമിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാൻ പോവുക. ഇവിടെയുള്ള രണ്ടാമത്തെ ടേം, ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. സെക്കൻഡ് ടേമിൻ്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേമിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഇക്വേഷൻ ഇങ്ങനെ മാറും, L⍵r ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. ആദ്യത്തെ ടേമിന് മാറ്റമൊന്നുമില്ല, മൈനസ് L⍵r അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഡിനോമിനേറ്റർ മൊത്തം ഡിനോമിനേറ്റർ മുകളിലേക്ക് വരും. അപ്പോൾ അത് ഹോൾ റേസ് ടു -1 ആകും. 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ ആർ ഹോൾ റേസ് ടു -1 ആൻഡ് ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ആൻഡ് ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ 8. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ 7നെ 8ലേക്ക് കൊണ്ടെത്തിച്ചത്. ഇനി ഇവിടെ ഒരു ഹോൾ റേസ് ടു -1 ഉണ്ട്. ഇതിനെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കണം? അതിനുവേണ്ടി നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ബൈനോമിയൽ തിയറം ഇതാണ്, 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു n ഈക്വൽ ടു 1 പ്ലസ് nx. പക്ഷേ ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്, വെൻ എക്സ് ഈസ് മച്ച് ലെസ് ദാൻ 1. ഇവിടെയുള്ള ഈ എക്സ് 1നേക്കാൾ വളരെ ചെറുതാണെങ്കിൽ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു n എങ്ങനെ എഴുതാം, 1 പ്ലസ് nx എന്ന് എഴുതാം. ഇവിടെ നോക്കൂ 1 ഉണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട് 1. എക്സിന് പകരം കിടക്കുന്ന ആളാരാണ്, ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ ആർ ആണ്. ഹോൾ റേസ് ടു n, എന്നിന് പകരം കിടക്കുന്നത് -1. ഈ ഒരു ഇക്വേഷനെ നമുക്ക് ബൈനോമിയൽ തിയറത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആറും n -1 ഇനി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നോക്കാം. എക്സ് ആരേക്കാളും ചെറുതായിരിക്കണം, 1നേക്കാളും ചെറുതായിരിക്കണം. ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് എന്താ, ഒമേഗ ആറും ഒമേഗ 1 അല്ലെങ്കിൽ ഒമേഗ ആറും ഒമേഗ 2 തമ്മിലുള്ള ചെറിയൊരു ഫ്രീക്വൻസി ഡിഫറൻസ് ആണ് എന്ത്, ഡെൽറ്റ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ആർ. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ന്യൂമറേറ്റർ നമ്മുടെ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ്. അതായത് വലിയ ഒരു ക്വാണ്ടിറ്റി താഴെയും ചെറിയൊരു ക്വാണ്ടിറ്റി മുകളിലും. അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ അത് 1നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സുഖമായി എന്താ അപ്ലൈ ചെയ്യാം, ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടൈം എങ്ങനെ മാറും, 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ ആർ ഹോൾ റേസ് ടു -1 എങ്ങനെ മാറും? ഇവിടെ നോക്കൂ, 1 പ്ലസ് എക്സ് റേസ് ടു n ഈക്വൽ ടു 1 പ്ലസ് nx. അപ്പോൾ 1 ഇടുക, ഈ ടേം എങ്ങനെ മാറി എന്നാണ് താഴെ കാണിക്കുന്നത്. 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ ഹോൾ റേസ് ടു -1 ബിക്കംസ് 1 മൈനസ്. എന്തുകൊണ്ട് -1 നോക്കാം നമുക്ക്. 1 ഇട്ടു, 1 ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. എന്നിന് പകരം കിടക്കുന്ന ആളാരാ, -1. അപ്പം മൈനസ് ഇടണം, 1 -1 ഇൻറ്റു എക്സ് എന്താണ്, ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ ആർ. സോ ഈ ഇക്വേഷൻ 1 മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ ആയിട്ട് മാറും. എന്നിന് പകരം കിടക്കുന്നത് -1 ആയതുകൊണ്ട് 1 പ്ലസ് nx എന്നാണ് അതിൻ്റെ ആൻസർ വരിക. 1 പ്ലസ് nx, എന്നിന് പകരം -1. അപ്പോൾ 1 മൈനസ് 1 ഇൻറ്റു എക്സ്. 1 മൈനസ് എന്നിൻ്റെ വാല്യൂ 1 ആണ്. 1 മൈനസ് 1 ഇൻറ്റു എക്സ്. എക്സ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ. സോ 1 മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 9. രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇക്വേഷൻ 7 നമുക്ക് മുന്നേ കിട്ടിയതാണ്. ഇക്വേഷൻ 8ഉം ഇക്വേഷൻ 9ഉം നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയതാണ്. നമുക്ക് കിട്ടിയ ഇക്വേഷൻ 8ഉം ഇക്വേഷൻ 9ഉം ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ 8 ഇതായിരുന്നു, L⍵r ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ മൈനസ് L⍵r ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ ഹോൾ റേസ് ടു -1 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ.
ഇക്വേഷൻ 8-ലുള്ള ഈ ടേമിന് 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ ഹോൾ റേസ് ടു -1 എന്ന് പറയുന്ന ടേമിന് ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇക്വേഷൻ 9. അതായത് 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ ഹോൾ റേസ് ടു -1നെ നമുക്ക് ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് എങ്ങനെ മാറ്റി എഴുതാം? 1 മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ എന്ന് മാറ്റി എഴുതാം. അതായിരുന്നു ഇക്വേഷൻ 9. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷൻ 9 ഇൻ ഇക്വേഷൻ 8. ഇക്വേഷൻ 9 ഇക്വേഷൻ 8-ൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ടേമുകൾക്ക് മാറ്റമൊന്നുമില്ല. ആദ്യത്തെ ടേം ഇതാണ്, എൽ ഒമേഗ ആർ ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ. ആദ്യത്തെ ടേമിന് മാറ്റമൊന്നുമില്ല. മൈനസ് എൽ ഒമേഗ ആർ ഇൻറ്റു ഈ ടേം ഇതായിട്ട് മാറും, 1 മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ ആയിട്ട് മാറും. എൽ ഒമേഗ ആർ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഇനി നോക്കുക, ഫസ്റ്റത്തെ ടേമിലും രണ്ടാമത്തെ ടേമിലും എൽ ഒമേഗ ആർ ഉണ്ട്. അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തു, എൽ ഒമേഗ ആർ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ആദ്യത്തെ ടേമിൽ ബാക്കി വരിക 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ ആണ്. രണ്ടാമത്തെ ടേമിൽ എൽ ഒമേഗ ആറിനെയാണ് ഞാൻ പുറത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മൈനസ് ഉള്ളിലേക്ക് പോകും. അപ്പോൾ 1 -1 ആകും. ഇവിടെ ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ +2 ആകും. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ മാറും. എൽ ഒമേഗ ആർ പുറത്തെടുത്തു. ആദ്യത്തെ ടേമിന് മാറ്റമൊന്നുമില്ല, കാരണം എൽ ഒമേഗ ആർ പോസിറ്റീവാണ്. എൽ ഒമേഗ ആർ ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് എൽ ഒമേഗ ആർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ മൈനസ് ഉള്ളിൽ പോകും. അപ്പോൾ 1 മൈനസ് ആവും, -1. ഇവിടെയുള്ള ഈ മൈനസ് +2 ആകും. പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഇവിടെ 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് പോകും, കാരണം ഇവിടെ ഒരു +1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. അത് ക്യാൻസൽ ചെയ്ത് പോകുക, ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ബാക്കി നമുക്ക് വരിക എന്താണ്? എൽ ഒമേഗ ആർ ഇൻറ്റു ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ പ്ലസ് ഡെൽറ്റ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. രണ്ടും കൂടി ആഡ് ചെയ്യാം. എൽ ഒമേഗ ആർ ഇൻറ്റു 2 ഡെൽറ്റ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഞാൻ എൽ ഒമേഗ ആറിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്ത് വരും? 2 ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എൽ ഒമേഗ ആർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 10 എന്ന് പറയുന്നത്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ എന്ത് വരും? ആദ്യത്തെ ടൈമിൻ്റെ എൽ എച്ച് എസിൻ്റെ റെസിപ്രോക്കൽ ഒമേഗ ആർ ഡിവൈഡഡ് ബൈ 2 ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു ആർ എച്ച് എസിൻ്റെ റെസിപ്രോക്കൽ എൽ ഒമേഗ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഓർക്കാം. ഒമേഗ ആർ ഡിവൈഡഡ് ബൈ 2 ഡെൽറ്റ ഒമേഗ, അതായിരുന്നു ശരിക്കും ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ടുള്ള ഇക്വേഷൻ. ഒമേഗ ആർ ബൈ 2 ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ക്വാളിറ്റി ഫാക്ടറാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്നും പറഞ്ഞ് നമുക്ക് കിട്ടി? എൽ ഇൻറ്റു ഒമേഗ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ എന്നും പറഞ്ഞ് കിട്ടി. സോ ലെഫ്റ്റ് സൈഡിനെ നമുക്ക് എന്തായിട്ട് മാറ്റി എഴുതാം? ക്യൂ ആയിട്ട് മാറ്റി എഴുതാം. ദെൻ ക്യൂ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ ആർ ഡിവൈഡഡ് ബൈ ആർ ആണ്. നോക്കൂ, ക്യൂ എന്ന് പറയുന്നത് ശരിക്കും ഇതായിരുന്നു ഇക്വേഷൻ, ഒമേഗ ആർ ഡിവൈഡ് ബൈ 2 ഡെൽറ്റ ഒമേഗ. അതായത് ആംഗുലർ ഫ്രീക്വൻസീൻ്റെ ടേംസിലുള്ള ഒരു ഇക്വേഷനായിരുന്നു ക്വാളിറ്റി ഫാക്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ ആംഗുലർ ഫ്രീക്വൻസിയുടെ ടേമിൽ നിന്ന് മാറ്റി നമ്മൾ ആരെ കൂടി ഉൾപ്പെടുത്തി? ഇൻഡക്റ്റൻസിനെയും അതുപോലെ തന്നെ റെസിസ്റ്റൻസിനെയും ഉൾപ്പെടുത്തി. ക്വാളിറ്റി ഫാക്ടറിൽ കപ്പാസിറ്റൻസിന് കാര്യമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. പക്ഷേ ഒമേഗ ആർ ഈസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം? 1/√LC ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ ക്യൂ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ആണ്. ഇതാണ് ക്വാളിറ്റി ഫാക്ടറിനുള്ള എക്സ്പ്രഷൻ. നമ്മുടെ ടോപ്പിക് തന്നെയായിരുന്നു എക്സ്പ്രഷൻ ഫോർ ക്വാളിറ്റി ഫാക്ടർ. നമ്മളത് കണ്ടെത്തിയിരിക്കുന്നു. ക്യൂ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ. അതാണ് ഇക്വേഷൻ 11. ഇനി ഇക്വേഷൻ 10 ഒന്ന് പരിശോധിക്കുക. 2 ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ ആർ ഈക്വൽ ടു ആർ ബൈ എൽ ഇൻറ്റു ഒമേഗ ആർ. അതിൽ ഈ 1/L ഒമേഗ ആർ എന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഒമേഗ ആർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് എന്ത് ലഭിക്കും? 2 ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു ആർ ബൈ എൽ. ശരിക്കും എന്തായിരുന്നു ഈ 2 ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത്? അതായിരുന്നു അവിടുത്തെ ബാൻഡ് വിഡ്ത്ത്. സോ ബാൻഡ് വിഡ്ത്ത് ഫ്രം 10, ബാൻഡ് വിഡ്ത്ത് 2 ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ എൽ ആൻഡ് ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ 12. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി ഫാക്ടർ നമുക്ക് കൂട്ടണമെങ്കിൽ, അതായത് ആ സർക്യൂട്ട് മോർ സെലക്റ്റീവ് ആകണമെങ്കിൽ, ഷാർപ്പായിട്ടുള്ള പീക്ക് നിങ്ങൾക്ക് മുകളിൽ കിട്ടണമെങ്കിൽ, അങ്ങനെ കിട്ടുമ്പോഴാണ് മോർ സെലക്റ്റീവ് ആവുക. മോർ സെലക്റ്റീവ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്വാളിറ്റി ഫാക്ടർ കൂട്ടണം, അതായത് ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കണം.
ക്വാളിറ്റി ഫാക്ടർ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഡക്റ്റൻസ് കൂട്ടുക, റെസിസ്റ്റൻസ് കുറയ്ക്കുക. ഈ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നൊരു കാര്യം നമ്മൾ ആ ഗ്രാഫ് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഷാർപ്പായിരിക്കും, മോർ സെലക്റ്റീവ് ആയിരിക്കും. റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇൻഡക്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് ക്വാളിറ്റി ഫാക്ടർ കൂട്ടാനായിട്ട് പറ്റും. ക്വാളിറ്റി ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉള്ളത്. ഒന്ന് നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി, രണ്ടാമത്തേത് ഇൻഡക്റ്റൻസ്, മൂന്നാമത്തേത് നമ്മുടെ റെസിസ്റ്റൻസ്. ക്വാളിറ്റി ഫാക്ടർ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് കൂടുതൽ സെലക്റ്റീവ് ആണെന്നർത്ഥം, ഗ്രാഫ് ഷാർപ്പായിരിക്കും. ക്വാളിറ്റി ഫാക്ടർ കൂട്ടണമെങ്കിൽ ഇൻഡക്റ്റൻസ് കൂട്ടാം, റെസിസ്റ്റൻസ് കുറയ്ക്കാം. ഇതാണ് എക്സ്പ്രഷൻ ഫോർ ക്വാളിറ്റി ഫാക്ടർ.